ഹലോ, ഇന്ന് ഒരു സ്പെഷ്യൽ പരിപാടി കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ മാംഗോ വെച്ച് പുട്ടുണ്ടാക്കാം. മാംഗോ പുട്ട് അത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മാങ്ങ ഇതുപോലെ ഉള്ളി എടുക്കുക. എന്നിട്ട് മാങ്ങ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക, ചെറിയ പീസ്. അപ്പോൾ മാങ്ങ അരിഞ്ഞെടുത്ത് ഇങ്ങനെ വേണം. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇതല്ലാതെ നമുക്ക് അരയ്ക്കാനുമാണ്. അത് കാണിച്ചു തരാം. നമുക്ക് ആവശ്യമായ മുതൽ പാൽപ്പൊടി, പഞ്ചസാര, ഒരു പാത്രം എടുക്കുക. അതിനകത്ത് ആവശ്യമുള്ള പുട്ടുപൊടി, നമുക്ക് എത്രയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് പുട്ടുപൊടി എടുക്കുക. അപ്പോൾ ഞാനൊരു 3 കുറ്റി പുട്ടിനനുസരിച്ചുള്ള പൊടിയാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് തേങ്ങ ചിരവിയത് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മാംഗോ അരച്ച് വെച്ചത് ഒഴിക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പുട്ട് പൊടി നനയ്ക്കുന്നതിൻ്റെ കൂട്ട് തന്നെ എടുത്തത്. അപ്പോൾ പുട്ടുകൂടെ എടുക്കുക, പുട്ടുകുറ്റി എടുത്ത് അതിനകത്ത് കുറച്ച് തേങ്ങ ഇടണം. ആദ്യം നമ്മൾ ഫസ്റ്റ് വെച്ച് തേങ്ങ ഇടുക. തേങ്ങ ഇട്ടിട്ട് അപ്പോൾ 3 കുറ്റിക്കായിട്ട് നമ്മൾ തേങ്ങ ഇട്ട്, എന്നിട്ട് ഈ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് മാംഗോ ശകലം വീതം അതിനകത്ത് ഇട്ട് കൊടുക്കുക. 3 എണ്ണത്തിനകത്തും അടിക്ക് ഇച്ചിരി തേങ്ങയും മാങ്ങയും ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പുട്ടുപൊടി പകുതി കുറ്റി വീതം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തൂടെ ഒരു കുറച്ച് തേങ്ങ, ചിരിച്ച തേങ്ങ ഇട്ട് പിന്നെ ബാക്കിയുള്ള കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ പീസ് പകുതിക്ക് ഇടണം. നമ്മൾ ഹാഫാക്കി വെച്ചിട്ട് എന്നിട്ട് മാക്സിമം നമ്മൾ കുത്തി നിറച്ചും 1 2 അങ്ങനെ 3 കുറ്റി നമ്മളുണ്ട്. ഇനി ഒരെണ്ണത്തിനോടുണ്ട്, മൊത്തം 4 കുറ്റിക്കുണ്ട്, ഒരെണ്ണത്തിനോടുണ്ട് കേട്ടോ. അപ്പോൾ 3 കുറ്റിയായിട്ട് നമ്മൾ കുറ്റിക്കകത്ത് വെക്കുകയാണ്. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. 3 കുറ്റി വെച്ചു.
ഇപ്പോൾ നമ്മുടെ മാംഗോ പുട്ട് റെഡി ആയിരിക്കുന്നു. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക് യു.